ഏറ്റവും വലിയ ചൂടേറിയ മത്സരം നടക്കാൻ പോകുന്നത് തിരുവനന്തപുരത്തെ നേമം മണ്ഡലത്തിലാണ്. അവിടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ട് മാറിത്തീരുന്നത്. ഇപ്പം 35ഓളം വരുന്ന മണ്ഡലങ്ങളിൽ സാധ്യതാ പട്ടിക ബി.ജെ.പി പുറത്തിറക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ നേമത്ത് രാജീവ് ചന്ദ്രശേഖരൻ മത്സരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരായിരിക്കും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി? കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ അഡ്വാൻറ്റേജ്. പിന്നെ കോൺഗ്രസിന് ഏത് സമയത്ത് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയിടും. നാടാർ പോപ്പുലേഷൻ നല്ലതുപോലെയുള്ള ഒരു നിയോജകമണ്ഡലമാണ്. പ്രേംകുമാർ നേമത്ത് മത്സരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, ചരിത്ര അക്കാദമി ഡെപ്യൂട്ടി ചെയർമാനായിരുന്ന പ്രേംകുമാർ, അടുത്ത കാലത്ത് കോൺഗ്രസ് പാളയത്തിലെത്തിയ പ്രേംകുമാർ നേമത്ത് മത്സരിക്കാൻ തയ്യാറാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന് ഒരു നല്ല മത്സരം കൊടുക്കാൻ പറ്റും. ജയിക്കോ തോക്കോ എന്നുള്ളത് പിന്നീട് അറിയേണ്ട കാര്യമാണ്. നല്ല മത്സരം, പ്രതീക്ഷിക്കുന്നതിനപ്പുറം ഒരു മത്സരം രാജീവ് ചന്ദ്രശേഖരന് കൊടുക്കാൻ പറ്റും. രാജീവ് ചന്ദ്രശേഖരൻ ശശി തരൂരിനെ വരെ ഉറപ്പിച്ച ആളാണ്. പാർലമെൻറ്റ് ഇലക്ഷനിൽ ശശി തരൂരിനെ വക്കത്ത് വരെ ഇപ്പം ജയിക്കാം ഇപ്പോൾ തോക്കാമെന്നുള്ള അവസ്ഥ വന്നിട്ട് പുറകോട്ട് പോയതാണ്. അപ്പം അതുപോലെ രാജീവ് ചന്ദ്രശേഖരൻ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ട്. അത് നമ്മൾ എത്ര BJP എതിർത്താൽ പോലും രാജീവ് ചന്ദ്രശേഖരൻ്റെ ഫൈറ്റിംഗ് സ്പിരിറ്റിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ അതിനെ മറികടക്കാൻ ഇന്ന് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ്, അല്ലെ BJPയുടെ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ പിണറായി വിജയനുമായി ഹാൻഡ് ഇൻ ഗ്ലൗ ആണ് എന്നുള്ള ധാരണ കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പിണറായിക്കെതിരായി ഫലപ്രദമായി ഒന്നും ചെയ്യുന്നില്ല. ഉദാഹരണം നമ്മുടെ ശബരിമല കൊള്ള. അവിടെ ഇലക്ഷനിൽ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ ഇഷ്യൂ ആകുന്ന ഒരു സ്ഥലമാണ്. ശബരിമല കൊള്ളയ്ക്കെതിരായി ഫലപ്രദമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ കോൺഗ്രസിനോ BJPക്കോ ആർക്കും സാധിച്ചിട്ടില്ല. ഈ വോട്ടുകൾ എങ്ങോട്ട് പോകുമെന്നുള്ള പ്രധാനപ്പെട്ട ഘടകമാണ്. കോൺഗ്രസിനും സാധിച്ചിട്ടില്ല, BJPക്കും സാധിച്ചിട്ടില്ല. അപ്പോൾ ആ വോട്ടുകൾ എങ്ങോട്ട് പോകുമെന്നുള്ളതാണ്. പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ വീക്ക്നെസ്, അദ്ദേഹത്തിൻ്റെ കഴിവ്, അദ്ദേഹത്തിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ പോലും കേന്ദ്ര ബജറ്റിൽ ഇത്തവണ കാര്യമായി റെയിൽവേ ഉൾപ്പെടെയുള്ള മേഖലകളിൽ കേരളത്തിലെ ഉദ്ദേശിച്ച യാതൊരു കാര്യങ്ങളും കിട്ടിയിട്ടില്ല. റെയിൽവേ ലൈനോ എയിംസ് പറഞ്ഞു കിട്ടുമെന്ന് പറയാൻ തന്നിട്ടില്ല. നാളെ തരുവായിരിക്കും. പക്ഷേ നല്ലൊരു സ്ഥാനാർത്ഥി വരുന്നില്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനൊരു വാക്ക് ഓവറായിരിക്കും എന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. താങ്കൾ സാധ്യത പറയുന്നത് പ്രേംകുമാറിനെയാണോ? പ്രേംകുമാർ മത്സരിക്കാൻ വരുമോ എന്നറിയത്തില്ലല്ലോ. സ്ഥാനാർത്ഥി വരാൻ നമുക്ക് അത്ര സാധ്യത പറയാൻ പറ്റിയല്ലോ. ഇപ്പോൾ നിലവിൽ രാജീവ് ചന്ദ്രശേഖരന് മുമ്പിൽ വേറെ ആരുമില്ല അവിടെ. അല്ല, അപ്പൊ പ്രേംകുമാർ എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ പ്രേംകുമാർ വന്നാൽ സാധ്യതയുണ്ട്, നല്ല മത്സരവും. അപ്പോഴും ആർക്കാ എഡ്ജെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വേറെ പിന്നീട് ഇനി ഇഷ്ടംപോലെ രാഷ്ട്രീയ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഏറ്റവും വലിയ എഡ്ജ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡിംഗ് ആണ് എമംഗ് ദ അതർ പൊളിറ്റിക്കൽ ലീഡേഴ്സ്. ഇപ്പോൾ പ്രേംകുമാറും രാജീവ് ചന്ദ്രശേഖരൻ്റെ റാങ്കിങ് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെ സ്റ്റാൻഡിങ് നോക്കിക്കഴിഞ്ഞാൽ രാജീവ് തലയോർന്നു കാരണം രാജീവ് ചന്ദ്രശേഖരൻ. മറ്റേത് പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് അധികം ഉള്ള ആളല്ല. രാജീവ് ചന്ദ്രശേഖരൻ ഇങ്ങോട്ട് ഡെലിഗേറ്റ് ചെയ്യപ്പെട്ട ആളാണ്, BJPയുടെ നേതാവായിട്ട്, കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ നാട്. അതിൻ്റെ അഡ്വാൻറ്റേജ് അങ്ങനെ കിട്ടും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആകാൻ പോകുന്നത്. എന്തായാലും കൃത്യമായിട്ട്, അതായത് നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും 5 തവണയോളം CPMന് നേമത്ത് നിന്ന് MLA മാരുണ്ടായിട്ടുണ്ട്. കോൺഗ്രസ്സിന് വളരെ തുച്ഛമായിരുന്നു. 2 തവണയായിട്ട് മാത്രമേ ജയിച്ചിട്ടുള്ളൂ അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. അപ്പോൾ നമുക്കറിയാം രാജഗോപാൽ ഏറ്റവും ആദ്യം BJPക്ക് ഒരു MLA ഉണ്ടാവുന്നത് അതെ 2014 രാജഗോപാൽ അവിടെ നിന്ന് മത്സരിക്കുമ്പോൾ 67,813 വോട്ടുകളാണ് നേടിയത്. ശിവൻകുട്ടി 59,143, അതായത് 8,670 വരുന്ന ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് 2016 അവിടെ ജയിച്ചത്. നമ്മൾ 2021 വരുമ്പോൾ കുമ്മനത്തിന് കിട്ടിയത് 51,888 വോട്ടുകളാണ്. ശിവൻകുട്ടിക്ക് ലഭിച്ചത് 55,837, മുരളീധരൻ 36,524 വോട്ടുകൾ നേടി 3-ാം സ്ഥാനത്തായി. അതായത് ഭൂരിപക്ഷം 39,049. അപ്പം നിലവിൽ 2026 വരുമ്പോൾ എത്ര ഭൂരിപക്ഷം രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് നേടും എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിരിക്കുകയാണ്. ഇപ്പം അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ ശശി തരൂരിനുമായിട്ട് ടൈറ്റ് മത്സരമായിരുന്നു ലോക്സഭയിൽ കാഴ്ചവെച്ചത്. അതായത് ആദ്യ മണിക്കൂറുകളിലൊക്കെ ഏതാണ്ട് 20,000-ഓളം വരുന്ന വോട്ടുകൾക്ക് അദ്ദേഹം ലീഡ് ചെയ്തു. 30,000 പിന്നീട് ശശി തരൂർ അത് കടന്ന് കിട്ടുകയായിരുന്നു. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ ഏതാണ്ട് അവിടെ മത്സരിക്കുകയാണെങ്കിൽ അവിടെ ഇപ്പം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്, മത്സരിക്കുമെന്നുള്ള ഏതാണ്ട് തീർച്ചയായിരിക്കുകയാണ്. അപ്പം മറ്റ് സ്ഥാനാർത്ഥികളെ അത്രയും തലയെടുപ്പുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തുമായിട്ട് കിടപിടിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥിത്വം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയ ലീഡിലേക്ക്, അതായത് 20,000 കടക്കുന്ന ഒരു ലീഡിലേക്ക് രാജീവ് ചന്ദ്രശേഖരൻ കടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, അല്ലേ?
അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റില്ല. ഒരു ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും എന്നുള്ളത് അതിനപ്പുറത്തേക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു നല്ല സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ, നല്ല സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ അത് ഇപ്പോൾ BJPക്ക് അപ്പുറം ഇട്ടുകൊണ്ട് നല്ല ഏറ്റവും അവസാനം വിലയിരുത്തുന്നത് ആൾക്കാർ വിലയിരുത്തുന്നത് സ്ഥാനാർത്ഥിയുടെ മെറിറ്റിനെയാണ്. അവസാനമല്ല, ആദ്യം വിലയിരുത്തുന്നത്. എന്തെല്ലാം അഡ്വേഴ്സിറ്റീസ് പാർട്ടിക്കുണ്ടായാലും ഭരണത്തിനുണ്ടായാലും താൻ പ്രവർത്തിക്കുന്ന കക്ഷിക്കുണ്ടായാലും കാൻഡിഡേറ്റ് നല്ലതാണെങ്കിൽ ഇതിനെല്ലാം പറയട്ടെ. ഉദാഹരണം കരുനാഗപ്പള്ളി CR മഹേഷ് ജയിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പശ്ചാത്തലം 10-25 വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ മാത്രം ജയിക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ CR മഹേഷ് ജയിക്കുക, 2 പ്രാവശ്യം 2 ടൈം ജയിക്കുക, കോൺഗ്രസ്സുകാരെ ജയിക്കുക. അപ്പോൾ അങ്ങനെ സ്ഥാനാർത്ഥി എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് പ്ലസ് പോയിൻ്റ് ഉള്ള ഒരാളാണ് ആര്? രാജീവ് ചന്ദ്രശേഖരൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സാധ്യത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി ആരാന്ന് അറിഞ്ഞിട്ട് വേണം. കോൺഗ്രസിലെ അവിടെ 100 കണക്കിന് ഇപ്പം നേരത്തെ ഇപ്പൊ ശശി തരൂരുമായിട്ട് മത്സരിക്കാൻ വരുമ്പോൾ അത്രയും വലിയ കേരളത്തിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള ആളുകൾക്ക് സുപരിചിതമായിട്ടുള്ള ഒരു മുഖമായിരുന്നില്ല. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല എങ്കിൽ തന്നെ അദ്ദേഹത്തിന് നല്ല ഒരു മത്സരം കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചു. നിലവിൽ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രമുഖ നേതാവായിട്ട് മാറിക്കഴിഞ്ഞിരിക്കും. അത് അതിന് തർക്കമില്ല. അതിനകത്ത് ഒരു വേറൊരു കാര്യം കൂടെ വേണം അങ്ങോട്ട് പറയാം. രാജീവ് ചന്ദ്രശേഖർ ശശി തരൂരല്ല മറ്റാരെങ്കിലും ആയിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ ചിലപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ജയിച്ചു പോയത്. തരൂരായതുകൊണ്ട് മാത്രം. തരൂരിന് അതുപോലെ ഒരു ഇൻ്റർനാഷണൽ ഇമേജുണ്ട്, ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഇമേജുണ്ട്, ഒരു ബുദ്ധിജീവി എന്നുള്ള ഇമേജുണ്ട്, അക്കാഡമിഷ്യൻ്റെ ഇമേജുണ്ട്. അപ്പോൾ ആ തരൂരായതുകൊണ്ട് മാത്രമാണ് ആര് പുറകോട്ട് പോയത്? രാജീവ് ചന്ദ്രശേഖർ പുറകോട്ട് പോകേണ്ടത്. അത് ഞാൻ സമ്മതിക്കുന്നു. ഇപ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്താണ് രാജീവ് ചന്ദ്രശേഖരൻ BJPയിൽ വന്നിട്ട് ഉണ്ടാക്കിയ ഗുണമെന്ന്? എന്താണ് അങ്ങയുടെ വിലയിരുത്തൽ? BJPയുടെ രാജീവ് ചന്ദ്രശേഖരൻ, അതായത് സംസ്ഥാന പ്രസിഡന്റായി വന്നതിന് ശേഷം രാജീവ് ചന്ദ്രശേഖരൻ വന്ന ശേഷം പ്രത്യേകിച്ച് ഗുണങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഉണ്ടായിരുന്ന ഒത്തിരി ദൂഷ്യങ്ങൾ ഇല്ലാതാക്കാൻ പറ്റി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നേതാക്കന്മാർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തമ്മിലടി. മുരളീധരൻ ഒരു വശത്ത്, കൃഷ്ണദാസ് ഒരു വശത്ത്, VV രാജേഷ് ഒരു വശത്ത്, MD രമേശ് ഒരു വശത്ത്, ഇവിടെ AN രാധാകൃഷ്ണൻ ഒരു വശത്ത്, ഇങ്ങനെയുള്ള തമ്മിലടി മുഴുവൻ മാറ്റി, അതായത് ശോഭാ സുരേന്ദ്രനായിട്ടുള്ള കുസ്തി ഇത് മാറ്റിയിട്ട് ഒരു ഏറെക്കുറെ ഒരു ഐക്യം, ഇതിൻ്റെ സെംബ്ലൻസ് ഓഫ് എ യൂണിറ്റി കൊണ്ടുവരാൻ ആർക്ക് പറ്റി? രാജീവ് പറ്റി. അതാണ് രാജീവ് ചന്ദ്രശേഖരൻ BJPക്ക് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ നേട്ടം. അത്രേ ഉള്ളൂ. ഒരു ടീം UDF എന്ന് പറയുന്ന പോലെ ടീം BJP കുറച്ചൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. മുഴുവൻ വിജയിച്ചിട്ടില്ല. മുഴുവൻ വിജയിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ VV രാജേഷോടെ മേയറാകില്ലായിരുന്നു, ശ്രീലേഖ മേയറാകുമായിരുന്നു എന്നാണ് പറയുന്നത്. അതെങ്ങനെ അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളത് അറിയാം. പിന്നെ ഏറ്റവും വലിയ വീക്ക്നെസ് BJPയുടെ കേന്ദ്ര നേതൃത്വം പിണറായി വിജയനെ ആവശ്യത്തിലധികം സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ധാരണ കേരളത്തിലെ എല്ലാ പാർട്ടികളിലും ഉണ്ട്. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ BJPക്ക് കിട്ടേണ്ട കുറേ വോട്ട് ഡിസിസീവായിട്ട് കുറയും. അതാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ വീക്ക്നെസ് ആകുമ്പോൾ മെയിനായിട്ട്. ഞങ്ങൾ ഇവരുമായിട്ടുള്ള ബന്ധം അത് തിരിച്ചു ആവാലോ. എങ്ങനെ CPM വോട്ടുകൾ BJPയിലേക്ക് പോകാലോ? വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യത സാധ്യതയുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ ചിലപ്പോൾ താങ്കൾ പറഞ്ഞ 20,000 വോട്ടിലേക്ക് എത്താം. CPM രാജീവ് ചന്ദ്രശേഖർ അല്ല, പുറമേയല്ല, CPM രാജീവ് ചന്ദ്രശേഖർ അണ്ടർസ്റ്റാൻഡിങ് എത്തിയാൽ ചിലപ്പോൾ വേണം രാജീവ് ചന്ദ്രശേഖർ താങ്കൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിലെത്തും. 20,000 കടന്ന് ഭൂരിപക്ഷത്തിലേക്ക് പോകാം. അതല്ലേ എൻ്റെ ശരി. മറിച്ച് തിരിച്ചാൽ ഉണ്ടാകുന്നെങ്കിൽ ജനങ്ങൾ പിണറായിയെ വെറുത്തിരിക്കാൻ ആര് വിചാരിച്ചാലും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നോക്കൂ, ഇപ്പം എന്താ കോൺഗ്രസ് ആരെയാണ് ഇപ്പം രാജീവ് ചന്ദ്രശേഖരനാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ അതുമായിട്ട് കിടപിടിക്കാൻ പറ്റുന്ന ഒരു അത്രയും പോപ്പുലറിലുള്ള ഒരാൾ അവിടെ വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന് അയച്ചിരിക്കുന്ന പ്രാഥമിക പട്ടികയിൽ A ക്ലാസ് മണ്ഡലങ്ങൾ ഉൾപ്പെടെയുള്ള അവിടെ മത്സരിക്കുന്ന ആളുകളുടെ പേരാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിയമത്തിൽ രാജീവ് ചന്ദ്രശേഖരന്റെ പേരാണുള്ളത്. അപ്പുറത്ത് കോൺഗ്രസിന്റെ CPM തീർച്ചയായിട്ടും ശിവൻകുട്ടി തന്നെ മത്സരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. ശിവൻകുട്ടി മത്സരിക്കുകയാണെങ്കിൽ വലിയ തോൽവി അദ്ദേഹത്തിന് സംഭവിക്കും എന്ന വിലയിരുത്തലുകൾ ഇതിനോടകം തന്നെ പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നു. അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഞാൻ പറയാം. ശിവൻകുട്ടിക്ക് വ്യക്തിപരമായിട്ടൊരു 10,000 വോട്ട് കിട്ടുമെന്ന് വിചാരിക്കാം. പാർട്ടിക്ക് കിട്ടുന്നതിന് അപ്പുറമായിട്ട് വ്യക്തിപരമായൊരു 10,000 വോട്ട് ശിവൻകുട്ടി, ഒരു സാധാരണക്കാരൻ ആർക്കും ബന്ധപ്പെടാൻ പറ്റുന്ന ഒരാളാണ് ശിവൻകുട്ടി. പിണറായിയുടെ വോട്ട് ധാർഷ്ട്യമില്ല. ആ ശിവൻകുട്ടിക്ക് പിണറായിയുടെ ലേബലിലാണ് മത്സരിക്കുന്നെങ്കിൽ പിണറായി നേതാവാക്കി കേണ്ട ശിവൻകുട്ടി മത്സരിക്കാൻ പോയ 10,000 വോട്ട് കിട്ടിയല്ല, അത് മുഴുവൻ പോകും. രാജീവിലേക്ക് പോകുമെന്ന് പറയാൻ പറ്റില്ല. അതായത് സ്ഥാനാർത്ഥി നോക്കൂ, ശിവൻകുട്ടിയുടെ പ്രധാന സ്ഥലമാണ്. 2011 അദ്ദേഹം അവിടെ നിന്ന് ജയിക്കുന്നു. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് CPMന്റെ വോട്ടുകൾ മുഴുവൻ ഇത്തവണ പോകുന്നത് BJPക്കാണ്, രാജീവ് ചന്ദ്രശേഖരനാണ്. താങ്കൾ ഈ പറഞ്ഞ പോലുള്ള അന്തർധാര സജീവമാണെങ്കിൽ അപ്പോൾ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം പോലും തോക്കാനുള്ള കാരണം വേറെ നിയമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മുരളീധരനോടൊന്ന് മത്സരിക്കുക.
BJP തോൽപ്പിക്കും എന്നുള്ള വാശിക്ക് മത്സരിക്കുക. വേറെ മനസ്സിലായോ? മറിച്ച് ഇനി കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ അവിടുത്തെ സാധ്യത ഇല്ലാതാക്കുന്ന ആ ഒരു പ്രശ്നം. ഈ വാശി വെച്ചുകൊണ്ട് BJP-കാരൻ കോൺഗ്രസിനെ ജയിപ്പിക്കലിന് വേണ്ടി വോട്ട് ചെയ്യാം. പറഞ്ഞു മനസ്സിലായോ? CPM-നെ കഴിഞ്ഞ പ്രാവശ്യം അവരെ ജയിപ്പിച്ചാൽ നന്ദി വേണേൽ കോൺഗ്രസിനോട് പ്രകടിപ്പിക്കാം. എങ്ങനെ വേണേൽ ആ രീതിയിൽ ട്വിസ്റ്റ് ചെയ്യാം. അത് ലാസ്റ്റ് റൗണ്ട് മാത്രമേ അറിയാൻ പറ്റൂ. ദാറ്റ് ഡിപ്പെൻഡ്സ്. ഈ 3 കൂട്ടിൻ്റെ സ്ഥാനാർത്ഥികൾ രംഗത്ത് വന്നെങ്കിൽ മാത്രം. ശിവൻകുട്ടി ഒന്നും സ്ഥാനാർത്ഥിയാണെന്ന് തോന്നുന്നില്ല മേലേക്ക്. പിന്നെ പിണറായിക്ക് വിശ്വസ്തരായിട്ട് ആരും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ശിവൻകുട്ടി സ്ഥാനാർത്ഥിയാവും. അത്രേ ഉള്ളൂ. ആ സ്ഥിതിയിൽ ഇവിടെ നടക്കാൻ പോകുന്ന നേമത്ത് രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിക്കാം ജയിക്കാനുള്ള എല്ലാ സാധ്യതയും. തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കുമെന്ന് പ്രതീക്ഷയുള്ളവർക്ക് തീർച്ചയായിട്ടും ആശ്വസിക്കാം, ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിക്കാം. അദ്ദേഹത്തിന് 20,000-ൽ കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ BJP-യുടെ നേമത്തെ MLA ആയിട്ട് നിയമസഭയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം അങ്ങനെ സംഭവിക്കാം. ഈ പറയുന്ന അണ്ടർസ്റ്റാൻഡിങ് സക്സസ്ഫുൾ ആയാൽ, അല്ലെങ്കിൽ നോ ഹോപ്പ്.